ഇനി അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? കോൾസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ റഹ്മാൻ സാറുമായിട്ടൊരു തെലുങ്ക് പടം, ഒരു 1 day ഷൂട്ട്, അത് ഒരു ചെറിയ പടമാണ്, അതിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് ഗുഡ് റോൾസ് ആർ കമ്മിങ്, ഡെഫിനറ്റ്ലി ഐ വിൽ ഡു. അഭിനയം കൂടെ നോക്കാം എന്നുള്ള പ്ലാനിലാണ്. അതിനുശേഷം റിവ്യൂവിനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം, അപേക്ഷയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള റിവ്യൂവർ ചേച്ചിയുടെ കാസ്റ്റിങ്ങിനെ പറ്റിയും ആക്ടിങ്ങിനെ പറ്റിയും കുറച്ച് നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്. എനിക്കതൊന്നും ചേച്ചി കണ്ടിട്ടുണ്ടാവും. അപ്പം അഭിനയത്തിൽ ഇല്ലാത്ത ഒരാള് സംഗീതമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആള് വന്ന് അഭിനയിക്കുന്നു, അതിന് നെഗറ്റീവ് കേൾക്കും, ഫസ്റ്റ് ഡേ തന്നെ നെഗറ്റീവ് കേൾക്കാന്ന് പറയുമ്പോ അതെങ്ങനെ ചേച്ചി എടുത്തത്? അല്ല, എനിക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഞാൻ ലണ്ടൻ ആയിരുന്നത് കാരണം ഇവിടെ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് അത് ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ, നല്ല ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ആ കൂടെ മനസ്സിലാവുന്ന റിവ്യൂ കാണുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഓരോരുത്തരെ വിളിച്ചു ചോദിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരില്ലാലും നല്ലതാന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഞാൻ ഈ റിവ്യൂ എടുത്ത് കണ്ടപ്പോ ഞാൻ വളരെ നെഗറ്റീവ് ആയിട്ടൊരു കമന്റ് ആണ് ഞാൻ കണ്ടത്. അപ്പൊ ഐ വാസ് ലൈക്ക്, ദൈവമേ പണി പണിയല്ലോ, എന്താണിത് എന്ന് അങ്ങനെ ആലോചിച്ചു. എപ്പോഴും ഇതിന്റെ ഔട്ടൊരു ഫസ്റ്റ് എഡിറ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് പോർഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഹാഫ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് വലുതായിട്ട് ചെയ്യാനില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസർ ബൈ ഇതൊക്കെയുള്ളൊരു ഷോർട്സും ഇങ്ങനെ 1-2-3 വാക്കുകൾ സംസാരിക്കുന്ന ഷോർട്സ് ഉള്ളു. പക്ഷെ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് എനിക്കുള്ളൊരു പെർഫോമൻസ് ഒരു ഭാഗം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ വിലയിരുത്തിയപ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് ഷോക്ക്ഡ്. ബട്ട് വെൻ ഐ വാച്ച് ദ മൂവി, എനിക്കിത് ഈ പറഞ്ഞതൊന്നും അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഐ ഹാവ് ഡൺ എ ഡീസന്റ് ജോബ്. അപ്പൊ അത്രയും മോശമായിട്ടൊരു ഡീസന്റ് ജോബ് ഞാൻ, കാരണം ആദ്യം തുടക്കക്കാരിയുടേതായ പ്രശ്നങ്ങളുണ്ട് ആ സിനിമയിൽ. അത് എനിക്ക് വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഐ ഹാവ് ഡൺ എ ഡീസന്റ് ജോബ് എന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഐ ആക്ച്വലി മേഡ് ദാറ്റ്, അത് ആ ഒരു കമന്റും പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വാച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്, ഓക്കെ ഐ മേക്ക് ദിസ്, ഇതും ഒരു സൈഡായിട്ട് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇത് കരിയർ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ്. ഓക്കെ. ഗോപിച്ചേട്ടന്റെ അമ്മ മരിച്ച സമയത്ത് ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വായിച്ചിരുന്നു. അപ്പൊ എനിക്കൊരു സങ്കടമാണോ, ചേച്ചിയുടെ പോസ്റ്റ് വായിച്ചപ്പോ എനിക്കൊരു സങ്കടവും ഒരു അറ്റാച്ച്മെന്റും ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ കമ്മിറ്റ്മെന്റ്സിന് ഒട്ടും വില കൊടുക്കാത്ത, റിലേഷൻഷിപ്പിന് ഒട്ടും വാല്യൂ കൊടുക്കാത്ത ഒരു ജനറേഷനിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിൽ നല്ലതും മോശമായിട്ടുള്ള ഒരു വശം തന്ന ഒരു വ്യക്തിയുടെ അമ്മയാണ് മരണപ്പെട്ടത്. അപ്പൊ ചേച്ചി അങ്ങനെ ഒരു ടച്ചിങ് ആയിട്ട് ഒരു പോസ്റ്റ് ഇടാനായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യിപ്പിച്ച ഒരു റീസൺ എന്തായിരിക്കും? അതിങ്ങനെ പോസ്റ്റ് ഇടണം എന്ന് വിചാരിച്ചിട്ട പോസ്റ്റ് അല്ല, അതൊരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയുടെ അമ്മയാണ്. ഞാനും കണ്ടിട്ടുള്ള, എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന, എന്നോട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരാൾ അതും പെട്ടെന്നുള്ളൊരു മരണമാണല്ലോ, നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് അത് വളരെ നാച്ചുറൽ ഇട്ട പോസ്റ്റാണ്. അതിലപ്പുറം എനിക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്കറിയില്ല. അത് ഇടേണ്ടത് അങ്ങനെ കുറച്ച് വാക്കുകൾ എഴുതണം എന്നുള്ളതൊരു ഉത്തരവാദിത്തം പോലെ തോന്നി എനിക്ക്. വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത്, ഇപ്പം വളരെ പേഴ്സണലായിട്ട് അപേക്ഷയോട് ഞാൻ സംസാരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മോശം ഒരു അനുഭവം തന്ന ഒരാളെ ഓർക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഭയങ്കര സൗഹൃദത്തിലാണ്, മീൻസ് ഒരു വഴക്കൂല നിങ്ങൾ തമ്മിൽ എന്ന് ചേച്ചി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. പ്രശ്നങ്ങളില്ല, ഒത്തുപോകാതെ വന്നപ്പോൾ പിരിഞ്ഞു എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത്. ഇപ്പൊ മരണം എന്നുള്ളൊരു ഫാക്ടർ, ഈ മരണത്തിനപ്പുറം വേറെ ഇനി എന്താ ചെയ്യാനുള്ള? മരണം എന്ന് പറയുന്ന മരണമല്ല, അതിനപ്പുറം നമ്മൾ ഈഗോയോ അല്ലെങ്കിൽ അത് ഭയങ്കര, ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നതാണ് പുള്ളി എനിക്ക് എന്താ പറയാ ബുദ്ധിമുട്ട് മാത്രമേ തന്നിട്ടുള്ളൂ എന്നുള്ളത്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ്, ഐ ലിവ്ഡ് ആസ് എ ക്വീൻ. നിങ്ങളത് പണ്ട് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏത് ലൈഫിലാണ്, ഏത് റിലേഷൻഷിപ്പിലാണ് ഗുഡ് ആൻഡ് ബാഡ് ഇല്ലാത്തത്? ഗുഡ് ആൻഡ് ബാഡ് ഇല്ല. അതിപ്പോ ഒരു മദർ ഡോട്ടർ, ഫാദർ മദർ, ആൻഡ് ഏത് ബ്രദേഴ്സ് ആണെങ്കിലും നമ്മൾ തമ്മിൽ ഈ അടിയും കുത്തും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഒരു പാർട്ട്ണർ ആയിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഒരു ബഹളവും കാര്യങ്ങളും, നല്ലതും ചീത്തയും ഒക്കെ. പർട്ടിക്കുലർ ടൈമിൽ അത് വന്നു. പക്ഷെ പരസ്പര ബഹുമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു അത്യാവശ്യമല്ലേ, അതൊരു റെസ്പെക്ട്. അത് അത് നമുക്ക് നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതിന്റെ
അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നുന്നില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.